ഇട്ടിട്ടുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്താലോ? അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു വിഷിംഗ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡയറി മിൽക്ക് ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സിൽക്കിൻ്റെയാണ്. പിന്നെ നമുക്ക് റെഡ് ഡ്രൈ ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു 3 പിന്നെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. റെഡ് ഫ്ലവേഴ്സ് മാറ്റി വെച്ചിട്ട് നമുക്ക് വലിയ ഗിഫ്റ്റ് എടുക്കാം. വലിയ ഗിഫ്റ്റ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വലിയ ഗിഫ്റ്റ് നമ്മൾ പുറത്തെടുത്ത് ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ പപ്പയുടെ അമ്മയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നത്. ഇനി നമുക്ക് കുഞ്ഞ് ഗിഫ്റ്റ് തുറന്ന് നോക്കിയാലോ? ഇത് രണ്ടും മാറ്റി വെക്കാം. ഇനി നമുക്ക് കുഞ്ഞ് ഗിഫ്റ്റ് തുറന്ന് നോക്കാം. കുഞ്ഞ് ഗിഫ്റ്റ് നമ്മുടെ ഫോട്ടോസായിരുന്നു. ഫാമിലി ഫോട്ടോസ്, ഞങ്ങൾ 3 പേരുള്ള ഫോട്ടോസ്, പപ്പയുടെ അമ്മയുടെ ഫോട്ടോസ്, അങ്ങനെയുള്ള ഫോട്ടോസായിരുന്നു. കുഞ്ഞ് ഫോട്ടോസായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനെല്ലാം. ഇനി നമുക്ക് വലിയ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പൊട്ടിക്കുമ്പം. പക്ഷേ വലിയ ഗിഫ്റ്റാണ്. അത് പൊട്ടിച്ച് നോക്കിയാലോ? അമ്മയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടേപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിലൊക്കെ. ഫ്രെയിമാണെന്ന് തോന്നുന്നു ബാക്ക് കണ്ടിട്ട്. വലിയൊരു ഫ്രെയിമാണ് ഗായ്സ്. നമ്മുടെ എല്ലാവരുടെ ഫാമിലി ഫോട്ടോസ് ഉള്ള ഫ്രെയിമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ പപ്പ പറഞ്ഞായിരുന്നു ഈ വർഷം കേക്ക് മുറിക്കുന്ന പരിപാടി ഇല്ലായിരിക്കുമെന്ന്. പക്ഷെ പപ്പ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കേക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കേക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിസ്ത കേക്കായിരുന്നു. കഴിച്ചവരെല്ലാം പറഞ്ഞു നല്ല ടേസ്റ്റി ആയിരുന്നെന്ന്. അപ്പം കേക്ക് മുറിയിലും അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുവാണ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.